പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ മരുഭൂമിയിലെ ദൈവശബ്ദം എന്ന ഈ TV പ്രോഗ്രാമിലൂടെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. വചനം അയച്ച് ദൈവം വിടുവയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിങ്ങിന് പോയ പല സ്ഥലങ്ങളിൽ അനേകരെ കാണുവാൻ കർത്താവ് സഹായിച്ചു. TV പ്രേക്ഷകരായ നിങ്ങളുടെ ആദരവിനായി, സ്നേഹത്തിനായി നന്ദി പറയുന്നു. ആമേൻ. ചിലർ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞു. ഒരാഴ്ചകളിലും ഞങ്ങൾ മുടങ്ങാതെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ആ സാക്ഷ്യങ്ങൾ പിന്നെയും ശക്തിപ്പെടുത്തുന്നു ദൈവവചനം സംസാരിക്കുവാൻ. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നത് ഈ മാധ്യമങ്ങളിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ശീമോൻ പത്രോസിനോട് ചോദിച്ച 3 ചോദ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ഈ പകൽക്കാലം സംസാരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ചോദ്യം 15-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ സമയം ചെലവഴിച്ചു. അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് ചെയ്തു. അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അവരോടുകൂടെ സമയം ചെലവഴിച്ച് തിരുവചനത്തിൻ്റെ കാതലായ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. ദൈവരാജ്യത്തിനു വേണ്ടി അവർ അധ്വാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഏതാണ്ട് ചില മണിക്കൂറുകൾക്കകം കർത്താവ് ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെടുന്ന സമയം വരുന്നു. ആ സമയത്തിന് മുൻപായി തൻ്റെ അരുമനാഥ ശിഷ്യനായ പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? വീണ്ടും ആവർത്തിക്കുന്നു 17-ാം വാക്യത്തിൽ. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. 3 വട്ടം യേശു ചോദിച്ചപ്പോൾ ദുഃഖിച്ച് പത്രോസ് കരയുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ സ്നേഹം? കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി നമ്മെ സ്നേഹിച്ചു. അവസാനത്തുള്ളി ചോര വരെ നമുക്ക് വേണ്ടി ഊറ്റി നൽകിയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. യോഹന്നാൻ 3:16 പറയുന്നു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ യേശുവിൻ്റെ ജീവനേക്കാൾ വലുതായി നമ്മെ കണ്ടതുകൊണ്ടാണ് ജീവൻ നൽകി സ്നേഹിച്ചത്. ഇത്രയും ആഴമായി സ്നേഹിക്കുന്ന മറ്റൊരു ദൈവവും ഈ ലോകത്തിലില്ല. നമ്മുടെ കൂടപ്പിറപ്പുകൾക്കോ നമ്മുടെ സ്നേഹിതന്മാർക്കോ ഇങ്ങനെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. നമ്മെ ജീവൻ്റെ ജീവനായി കർത്താവ് സ്നേഹിച്ചിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ദൈവത്തെ സ്നേഹിക്കണമെന്ന്. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നാം കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ എൻ്റെ വിഷയം ഇതൊന്നുമല്ല. എങ്ങനെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? 7-8 വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിച്ച ചില വ്യക്തി ജീവിതങ്ങളെ ഈ പകൽക്കാലം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവായ യേശു പ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒബീഡിയൻറ്റ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തെ അനുസരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എന്താ? ദൈവത്തിന് 1-ാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുന്നതാണ് ദൈവസ്നേഹം.
3, ദൈവസ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ആരെ നാം അധികം സ്നേഹിക്കുന്നു അവരോട് കൂടെ അധികം സമയം ചെലവ് ചെയ്യും. ദൈവത്തെ നാം അധികം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തോട് സമയം ചെലവ് ചെയ്യും. നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, കുറവുകൾ, നിറവുകളെല്ലാം പങ്കുവയ്ക്കും. ഷെയറിങ്, മേക്കിംഗ് ഫെലോഷിപ്പ്, ദൈവത്തോടു കൂടെ കൂട്ടായ്മ ഉണ്ടാക്കുക, ദൈവത്തോട് സംസാരിക്കുക. എന്താണ്? അതാണ് ആരാധനയും പ്രാർത്ഥനയും. പ്രാർത്ഥിക്കുവാനൊരു കൊതി, അടങ്ങാത്തൊരാഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. 4, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവശബ്ദം കേൾക്കുവാൻ കൊതിയുള്ളവരായിരിക്കും. ദൈവവചനം ആഴമായി പഠിക്കും. വചനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുവാനുള്ള ഒരു പ്രേരണ നമ്മുടെ അകത്ത് വരും. ദൈവവചനം വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇടിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ വചനത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വചനം നമ്മുടെ ആഹാരമായി തീരും. എപ്പോഴാ? ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ. 5, ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? 1 യോഹന്നാൻ 4:21 പറയുന്നു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ അയൽവക്കക്കാർ, ഈ ദേശത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഒരിക്കൽ മദർ തെരേസ ആമൻ സ്ട്രീറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ തെരുക്കളിൽ കിടക്കുന്ന ഭിക്ഷക്കാരെ, പുണ്ണുപിടിച്ച് കിടക്കുന്നവരെ, രോഗത്താൽ കിടക്കുന്നവരെ കാണുമ്പോൾ ആ മാതാവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ യേശുവെ ഇവരിൽ കാണുന്നു. ഇവരുടെ അകത്ത് യേശുവാണെന്ന് ഉള്ള ബോധ്യത്തോടു കൂടെയാണ് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ യേശുവിനെ നാം കാണണം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ത്യാഗം ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി വില കൊടുക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകും. 7, ദൈവത്തെ നാം സ്നേഹിക്കുന്നു എങ്കിൽ പാപത്തെ നാം വെറുക്കും. പാപത്തോട് ഒരുമിച്ച് നമുക്ക് പോകുവാൻ കഴിയത്തില്ല. 8, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദമുണ്ടാകും. ദൈവവേല ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അടങ്ങുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു സന്തോഷമുണ്ടാകും. 9, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുന്നു എങ്കിൽ കഷ്ടതകളും പോരാട്ടങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു എന്ന ചിന്ത നമുക്ക് വരും. അതല്ലേ റോമാലേഖനം 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയുന്നു. യഥാർത്ഥമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്? ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവമക്കളെ നോക്കുമ്പോൾ അവർ എല്ലാവരും പറയുന്ന ഒന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ചിലർ നല്ല മനോഹരമായി പാട്ടുകൾ പാടി ആരാധിക്കും. സ്നേഹിക്കുന്നേ, ജീവൻ്റെ ജീവനെ, പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്നേ എന്ന് പറയും. ആരാധന കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാം യാഥാർത്ഥ്യമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. വാക്കുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി കൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ പ്രവൃത്തി ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. ദൈവം അതിനുള്ള കൃപ ഈ പകൽക്കാലം നമുക്ക് നൽകുമാറാകട്ടെ. ഒരു 5 വ്യക്തി ജീവിതങ്ങളെ ഞാൻ അടയാളപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിച്ചവർ. പത്രോസ് സ്നേഹിച്ചില്ല എന്നല്ല, പത്രോസിനാണ് ദൈവം ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നു? എന്നാൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒരു 5 വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമത്, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായം 55, 56, 57, 58, 59, 60 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനോഹരമായ ഒരു സംഭവമാണ്. ആദ്യ രക്തസാക്ഷിയായി മരിക്കപ്പെട്ട സ്തെഫാനോസ്, അവൻ ഒരു ആലയത്തിലെ ശുശ്രൂഷക്കാരനായി, അവൻ ജനത്തെ അന്വേഷിക്കുന്നവനായി, കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. പുതിയ നിയമത്തിൽ ഏറ്റവും നീണ്ട ഒരു പ്രസംഗം സ്തെഫാനോസ് നടത്തിയ പ്രസംഗം.
ആ പ്രസംഗം കേട്ട പള്ളി പ്രമാണികൾക്ക്, ആമേൻ, ആ കാലത്തിലെ പരീശന്മാർക്ക്, ആ കാലത്തിലുള്ള വേദശാസ്ത്രികൾക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ കല്ലുകളെ എടുത്ത് അവൻ്റെ നേരെ എറിയുവാൻ തുടങ്ങി. ഓരോ കല്ലുകളും എടുത്ത് എറിയുമ്പോൾ ശരീരം വേദനിക്കും, ശരീരത്തിൽ മുറിവുകളുണ്ടാകുന്നു, തല പൊട്ടി ചോര വരുന്നു, ശരീരത്തിൽ ഭയങ്കരമായ വേദനകൾ. നാനാഭാഗത്തു നിന്ന് കൂട്ടം കൂടി നിൽക്കുന്ന യവനക്കാരും ആബാലവൃദ്ധം ജനം കല്ലുകളെ എറിയുമ്പോൾ സ്തെഫാനോസ് മുട്ടുമടക്കി സ്വർഗ്ഗത്തിലേക്ക് കണ്ണുയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഇവർ ചെയ്യുന്നത് പൊറുക്കണമേ, എന്തെന്നറിയാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവസ്നേഹം? കഷ്ടതകളിൽ, പ്രതികൂലങ്ങളിൽ ആമേൻ പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നതല്ലേ. ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. ഭാരതത്തിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളായ ആമേൻ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ എന്ന പ്രദേശങ്ങളെല്ലാം ഇന്ന് ക്രിസ്ത്യാനികളാണ് കൂടുതൽ. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അവിടെയെല്ലാം ക്രിസ്ത്യാനികളല്ലായിരുന്നു. ഗോത്രവർഗ്ഗക്കാർ പാർത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഗോത്രക്കാർ അവന് വിരോധമായി മാറി. ഗോത്ര നേതാവ്, തലവൻ വന്നിട്ട് പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പളയണം, ഇല്ലെങ്കിൽ നിൻ്റെ മക്കളെ നിൻ്റെ കൺമുൻപാകെ ഞങ്ങൾ കൊല്ലും. ഭീഷണിപ്പെടുത്തുന്നു. ആമേൻ, നീ യേശുവിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ നിൻ്റെ ഭാര്യയെ കൊല്ലും, നിന്നെ കൊല്ലും. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ പതറിപ്പോയില്ല. തൻ്റെ നാവിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് അവൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മക്കളെ കൺമുൻപിൽ കൊല്ലുമ്പോൾ പാടിയ ഒരു പാട്ടാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. യേശുവിൻ പിൻപേ പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു, പിന്മാറുകയില്ല, ഞാൻ പിന്മാറുകയില്ല. മക്കളെ കൊല്ലുമ്പോൾ, ഭാര്യയെ കൊല്ലുമ്പോൾ പാടി, the world behind me, the cross before me, no turning back. അത് കേട്ട ഗോത്രത്തലവൻ രാത്രി ഉറങ്ങിയില്ല. അവൻ്റെ ഹൃദയത്തിലൊരു ചിന്ത ഉണ്ടായി, ഇത്രമാത്രം വേദനിക്കുമ്പോഴും ഒരു ഭക്തൻ പാട്ടുപാടിക്കൊണ്ട് മരിക്കണമെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ദൈവം സത്യദൈവമെന്ന് മനസ്സിലാക്കി ആ ഗോത്രത്തലവനും ആ ദേശവും രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി. എന്താ ദൈവത്തെ സ്നേഹിക്കുന്നത്? കഷ്ടതയിൽ, പട്ടിണിയിൽ, രോഗാവസ്ഥയിൽ, ജീവിതത്തിൽ കഠിനമായ ശോധനകൾ കടന്നു വരുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതികൂലം വരത്തില്ലെന്നല്ല യേശു പറഞ്ഞു. മത്തായി 5:10, എൻ്റെ നാമം നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും ദൂഷിക്കുകയും ഇല്ലാത്തത് കളവായി പറയുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കണം. കാരണം നിങ്ങൾക്ക് മുൻപിലുണ്ടായിരുന്ന പ്രവാചകന്മാരെയും ഇതുപോലെ തന്നെ ആമേൻ ഈ ലോകം ആമേൻ ഹല്ലേലൂയ കഷ്ടതയിൽ കൂടെ അവരെ കടത്തിവിട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു ആമേൻ സുഖസൗകര്യമായ ഒരു ജീവിതമല്ല. ഇന്ന് എല്ലാം ദൈവം നമുക്ക് നൽകുന്നുണ്ട്, സന്തോഷം. എന്നാൽ അതിനേക്കാളുപരി കണ്ണുനീരും വേദനകളും കഷ്ടതകളും കയ്പും പോരാട്ടങ്ങളുമെല്ലാം എൻ്റെ നടുവിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മാറായ ദൈവം മധുരമാക്കി തീർക്കും. വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യത്തോടു കൂടി നിൽക്കുക. രണ്ടാമത്തെ വ്യക്തി, അവൻ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടിയ ഒരു മഹാനായ അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, യേശുവിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. എന്നാൽ സഭകളെ പീഡിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് തലവേദനയായിരുന്ന ആ മനുഷ്യനെ ദമസ്കോസിൻ്റെ വീതിയിൽ വെച്ച് കർത്താവ് തൊട്ടു. യേശു തൊട്ടാൽ അവൻ്റെ രൂപത്തിന് മാറ്റമുണ്ടായി, അവൻ്റെ മനസ്സിന് മാറ്റമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മെ യേശു തൊട്ടത് സത്യമെങ്കിൽ ആ ചോദ്യത്തിന് മുൻപിൽ പൗലോസ് തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. എന്താ സമർപ്പണം? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:13 ഹല്ലേലൂയ സ്തോത്രം, പുറകിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. എൻ്റെ യാത്ര, എൻ്റെ ലക്ഷ്യം ക്രിസ്തു മാത്രം.
അവൻ ഒരു മനുഷ്യൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് യേശു മാത്രം മതി, മറ്റൊന്നും വേണ്ട. 3 കപ്പലുകളുണ്ടായിരുന്നു, 3 PhD എടുത്തു. അത് തന്നെ 10 കോടിക്ക് മേൽ ആസ്തി ആ കാലഘട്ടത്തിലുള്ളതായ മനുഷ്യൻ ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി എല്ലാം ചവറ് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു എൻ്റെ ജീവൻ, മരണം എനിക്ക് ലാഭമത്ര എന്ന് പറഞ്ഞ് ലാക്കിലേക്ക് കൂടി ഒരു അപ്പോസ്തലനുണ്ടെങ്കിൽ അത് വിശുദ്ധ പൗലോസാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറയുവാൻ ഒരു ധൈര്യം വന്നത് എന്താണ്? അവന് മനസ്സിലായി, ഈ ലോകം എനിക്കുള്ളതല്ല, ഈ ലോകത്തിലുള്ളതൊന്നും എനിക്കുള്ളതല്ല. എനിക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ മരിച്ച, അടക്കപ്പെട്ട് 3-ാം ദിവസം ജീവനോട് കൂടെ എഴുന്നേറ്റ കർത്താവായ യേശുവാണ് എൻ്റെ നായകൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവെ നോക്കി നിയമിക്കപ്പെട്ട ഓട്ടത്തിൽ ലാക്കിലേക്ക് ഓടണം എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം ഓടുവാൻ തുടങ്ങി. ആ ഓട്ടത്തിൽ അവൻ 13,400-ൽ പരം കിലോമീറ്ററുകൾ, എല്ലാ മൈലുകൾ അദ്ദേഹം സഞ്ചരിച്ച് ദൈവവേല ചെയ്തു. 13-14 ലേഖനങ്ങൾ എഴുതി, അനേക സഭകളെ സ്ഥാപിച്ചു. പല പ്രാവശ്യം യഹൂദന്മാരാൽ അടിക്കപ്പെട്ടു, പല പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു വേദഭാഗമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം വിട്ട് നമ്മെ വേർപിരിക്കുന്നത് ആര്? ഈ ലോകത്തിലെ പ്രതികൂലമൊന്നും, ഈ ലോകത്തിലെ കഷ്ടത ഒന്നും ക്രിസ്തുവിൻ്റെ മേലുള്ള സ്നേഹത്തെ വിട്ട് നമ്മെ വേർപിരിക്കത്തില്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ലഭിച്ചതുകൊണ്ടല്ല കർത്താവിനെ സ്നേഹിക്കുന്നത്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും കർത്താവിനെ സ്നേഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ക്രിസ്തു മാത്രം മതി. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയ നിക്ഷേപം, ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് യേശു എന്നുള്ള ഹല്ലേലൂയ ചിന്ത നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം നമുക്ക് ചവറെന്ന് തോന്നും. 3-ാമത്തെ വ്യക്തി, ആമേൻ, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അവൻ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി, വിലയേറിയ സ്വച്ഛം ജഡമാംസ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിമോൻ എന്ന് പറയുന്ന വ്യക്തി കുഷ്ഠരോഗം പ്രാപിച്ചവനായിരുന്നു. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കി. നല്ലൊരു പ്രമാണി. എന്നാൽ അവൻ്റെ വീട്ടിൽ യേശു വിരുന്നിന് വന്നിരിക്കുന്ന സമയം അവൻ യേശുവിന് കാൽ കഴുകിയില്ല, യേശുവിനെ ചുംബിച്ചില്ല, തലയ്ക്ക് എണ്ണ തേച്ചില്ല. എന്നാൽ പാപിയായ ഒരു സ്ത്രീ, ഹല്ലേലൂയ, ആമേൻ, ഒരു സ്ത്രീ എന്ന് പറയുന്നു. അവളുടെ പേരില്ല, അഡ്രസ്സില്ല. എന്നാൽ അവൾ ചെയ്ത പ്രവൃത്തി ഇവിടെ പറയപ്പെടുകയാണ്. എന്താ പ്രവൃത്തി? ആമേൻ, ഒരു ഭരണി. ആ തൈലത്തിൻ്റെ വില ബൈബിളിൽ പറയുന്നത് 300 വെള്ളിപ്പണം. 300 വെള്ളിപ്പണം എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ വില മതിപ്പുണ്ട്. അത്രയും വിലയേറിയത്. ഈ ഭരണി പാരമ്പര്യമായി കുടുംബപരമായി ലഭിച്ച സ്വത്താണ്, അവകാശമാണ്. ഇത് പൊട്ടിച്ചാലും കടയത്തില്ല. അതിൽ നിന്ന് ഒരു തുള്ളി എടുത്തു വച്ചാൽ തന്നെ ആമേൻ, ആ വീട് മുഴുവനും സൗരഭ്യ വാസന കൊണ്ട് നിറയും. ഇങ്ങനെ ഉള്ളതായ ആ തൈലം, വിലയേറിയ തൈലം, അവൾക്ക് ഒരു വെളിപ്പാടുണ്ടാകുന്നു. ആമേൻ, ഈ തൈലത്തെക്കാൾ വലിയവൻ യേശു ആണ്. യേശുവിന് ഈ തൈലം പൂശിയില്ലെങ്കിൽ മറ്റാർക്ക് പൂശിയിട്ടും കാര്യമല്ല. യേശുവാണ് ഈ തൈലം പൂശേണ്ട ആമൻ യഥാർത്ഥമായ ഗസ്റ്റ് അല്ലെങ്കിൽ നായകൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭരണി അവൾ ഉടച്ചു. ഈ ഭരണി കൊണ്ട് ഇനി ആവശ്യമില്ല, ഇതിനെ ഞാൻ തകർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് ഉടയണം. നമ്മുടെ ജീവിതത്തിൽ വിലയേറിയതെന്ന് കരുതുന്നത് യേശുവിന് വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറാകുന്നതാണ് യേശുവിനെ സ്നേഹിക്കുന്നത്. യൂദ കാൽക്കുലേറ്റർ എടുത്ത് അവൻ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദരിദ്രർക്ക് കൊടുക്കാം എന്ന്. എന്നാൽ കർത്താവായ യേശു പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട്, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഇല്ല. ലഭിച്ച അവസരം പാഴാക്കാതെ ദൈവത്തിനു വേണ്ടി ചെയ്യുവാനുള്ളത് ആ സ്ത്രീ ചെയ്തപ്പോൾ കർത്താവായ യേശു പ്രകാരം പറഞ്ഞു, ഈ സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവൾ ചെയ്തതും പ്രസംഗിക്കപ്പെടും.
ഹല്ലേലൂയ. അവൾ കൊടുത്ത ആരാധന വിലയേറിയ ആരാധന. അവൾ കൊടുത്ത ആരാധന അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകലത്തെയും ദൈവത്തിന് വേണ്ടി കൊടുത്തു. അവൾ കൊടുത്ത ആരാധന എന്ന് പറയുന്നത് പടരുന്ന മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്ന ഒരു ആരാധനയായിരുന്നു. ആ ആരാധന ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിരുന്നു. ആ ഭരണിയിലെ തൈലമുടച്ച് യേശുവിൻ്റെ തലയിൽ പൂശി അവൻ്റെ കാലുകളിൽ കണ്ണുനീരുകൊണ്ട് കഴുകി യേശുവിൻ്റെ പാദം ചുംബിച്ച ആരാധിച്ച ആ സ്ത്രീയുടെ സ്നേഹം ഒന്നും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിനെ നാം സ്നേഹിക്കുന്നു എങ്കിൽ യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. മറിയയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയെല്ലാം നാം കാണുന്നോ അവിടെയെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മറിയ ഓടിച്ചെന്നിരിക്കുന്ന ഒരു പാദപീഠമുണ്ട്, യേശുവിൻ്റെ കാൽപാദം. അതെ, യേശുവിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ പ്രകാരം പറയുന്നു, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രങ്ങളെ തൻ്റെ വലങ്കരങ്ങളിൽ പിടിച്ചു നടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ പാദത്ത് വീണ് കിടക്കുന്നവരാരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ കർത്താവ് മാറ്റും. കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാൻ നമുക്കുള്ള ആസ്തിയേക്കാൾ നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ അവകാശങ്ങളെക്കാൾ നാം നമ്മുടെ ജീവിതത്തിന് വേണ്ടി കരുതിയിരിക്കുന്ന വലിയ നന്മകളെ ഉടച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്നേഹം. യോഹന്നാൻ്റെ മകനായ ശിമോനെ, ഇവരിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നിൽ പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? യൂട്യൂബ് മാറി മാറി കാണുന്നു, റീൽസ് മാറി മാറി കാണുന്നു, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എന്ന് വേണ്ട പലതും നാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ യേശുവിൻ്റെ പാദപീഠത്തിൽ എത്ര മണിക്കൂർ നാം ചെലവ് ചെയ്യുന്നു? ആമേൻ ഹല്ലേലൂയ. എല്ലാം ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ യേശുവിന് സമയം കൊടുക്കാമെന്നാണോ? ഇല്ല, സമയം കണ്ടെത്തി യേശുവിനെ സ്നേഹിക്കും എന്ന് പറയുവാനാണോ? പ്രിയപ്പെട്ടവരെ, തിരക്കുകൾക്കിടയിൽ ജീവിതത്തിലെ തിരക്കുകൾ ഒരുപാട് വർദ്ധിക്കുമ്പോഴും ദൈവത്തിനുള്ള സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. 4ാമത് മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. വളരെ മനോഹരമായ ഒരു സംഭവം അവിടെ പറയപ്പെട്ടിരിക്കുകയാണ്. അവൻ സൂത്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറ് 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പറന്ന് പ്രബലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്താണ്? ഇന്ന് മാനസാന്തരപ്പെടുന്നു എന്ന് പറയുന്നവർ പഴയതിനെ അടക്കം ചെയ്യുവാൻ മനസ്സില്ലാതിരിക്കുകയാണ്. 2 തോണികളിൽ കാല് വെച്ചിട്ട് അതും വേണം ഇതും വേണം. ഹല്ലേലൂയ. നോക്കാം, കുറച്ച് നാൾ ആലയത്തിൽ പോയൊക്കെ നോക്കാം, യേശു സൗഖ്യമാക്കുമോ, യേശു വിടുവിക്കുമോ? ഏലിയാവ് ഏലിശായുടെ പുറകെ വന്നു. ആ പുതപ്പ് ഏലിശയുടെ മേലിട്ട ഉടനെ ഏലിശ ചെയ്ത ഒരു കാര്യം വേദപുസ്തകം പറയുന്നു. താൻ അധ്വാനിച്ചു കൊണ്ടിരുന്ന കാളെ യാഗമാക്കി തനിക്ക് പ്രയോജനമായിരുന്ന ആ വണ്ടി വിറകായി മാറ്റി. ഇനി എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ആരും എൻ്റെ ശിഷ്യൻ അല്ല. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ശൂത്രക്കാർ ആമേൻ പലരും വന്നു. തങ്ങളുടെ പുസ്തകങ്ങൾ, ആ പുസ്തകത്തിൻ്റെ വില ഏകദേശം 50,000 വെള്ളിക്കാശ്. കണക്ക് കൂട്ടി നോക്കണം. ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഏകദേശം $600. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ 50,000 വെള്ളിക്കാശ് എന്ന് പറയുന്നത് 2,50,00,000 രൂപയ്ക്ക് അധികമായ വില വരുന്ന അത്രയും വലിയ പുസ്തകങ്ങൾ, അത്രയും അവർക്ക് ആസ്തി തരുന്ന ആ പുസ്തകങ്ങളെ മറ്റാർക്കും വിറ്റ് കാശുണ്ടാക്കുവാൻ അല്ല അവർ ചിന്തിച്ചത്. എല്ലാവരും കാണുക ഈ വിലയേറിയതിനെ ഉടച്ച് കത്തിച്ചു കളഞ്ഞു. ഇനി എനിക്ക് വേണ്ട, എനിക്ക് യേശു മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പലതിനെയും കത്തിച്ച് കളയണ്ടേ? നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വൈരാഗ്യം, പക, കോപം, പിണക്കം, ഹല്ലേലൂയ, കയ്പ്, ആമേൻ, ദൈവഹിതമില്ലാത്തത്, അസൂയ, ഇതെല്ലാം കത്തിച്ച് കളയണം.
ദൈവത്തെ നാം സ്നേഹിക്കുന്നു എങ്കിൽ ചിലത് നമ്മളെ കൊണ്ട് വിടുവാൻ കഴിയാത്തതായിരിക്കാം. ചില ശീലങ്ങൾ ചിലതിൻ്റെ അടിമത്വത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം എന്തെല്ലാം വേണ്ടാമെന്ന് പറയുന്നു അതിനെ കത്തിച്ച് കളയുവാനുള്ള മനസ്സ് ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ വീട്ടിനകത്ത് അശുദ്ധമായതൊന്നും ഇരിക്കരുത്. നമ്മുടെ വീട് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായിരിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒരുത്തൻ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിച്ചാൽ ദൈവം അവനെ നശിപ്പിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന നാം നമുക്ക് വിലയേറിയതായി കാണപ്പെടുന്ന സൂത്രപ്രയോഗങ്ങളായിരിക്കാം, മന്ത്രവാദങ്ങളായിരിക്കാം, ആഭിചാരത്തിൻ്റെ പുസ്തകങ്ങളായിരിക്കാം, അല്ല ഇന്ന് കാണുന്ന ഫോണോഗ്രാഫി അല്ലെങ്കിൽ മ്ലേച്ഛകരമായത് അശുദ്ധമായത് സോഷ്യൽ മീഡിയയിലും ഇതിലുമെല്ലാം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന പലതും നമ്മുടെ കണ്ണിന് തൃപ്തി വരുത്തുന്നതായിരിക്കാം. എന്നാൽ ദൈവഹിതമില്ലാത്തതിനെ കത്തിച്ച് കളയുവാൻ ഈ പകൽക്കാലം തീരുമാനമെടുക്കുന്നു എങ്കിൽ അതാണ് യഥാർത്ഥമായ സ്നേഹം. കർത്താവ് ചോദിക്കുകയാണ് അടുത്ത് വന്ന്, കുഞ്ഞെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മാതാവേ താങ്കളുടെ അടുത്ത ദൈവത്തിൻ്റെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പിതാവേ താങ്കളോട് ദൈവം ചോദിക്കുകയാണ്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നിൻ്റെ കയ്യിൽ ഞാൻ ചിലതിനെ ഏൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹം എന്നെന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടതയിൽ ദൈവത്തെ സ്നേഹിക്കുക, യേശുവിനെ എല്ലാത്തിനും വലുതായി കാണുക, ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങളുടെ നടുവിൽ യേശുവിനെ അധികം സ്നേഹിക്കുക, യേശുവിന് വേണ്ടി ഉടയ്ക്കപ്പെടുക, യേശുവിന് വേണ്ടി ജീവിതത്തിൽ ശ്രേഷ്ഠമായി കരുതിയതിനെ കൊടുക്കുക. യേശുവിനെ ഹല്ലേലൂയ കണ്ടെത്തിയത് കൊണ്ട് കത്തിച്ച് കളയേണ്ടതിനെ കത്തിച്ച് കളയണം. അവസാനമായി ആമേൻ ഹല്ലേലൂയ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കർത്താവ് ആമേൻ അബ്രഹാമിനോട് പറഞ്ഞു, അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളിച്ചെയ്തു. 13 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരനെ, ഒരു കൊച്ചു പൈതലിനെ കർത്താവ് പറയുകയാണ്, നീ അവനെ എനിക്ക് വേണ്ടി തരണം. പലപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ ദൈവം എത്ര ക്രൂരനാണോ? നൽകിയ ഒരു പൈതലിനെ, ഒരു മകനെ യാഗമായി ചോദിക്കുവാൻ കഴിയുന്നത് പോലെ ഒരു നരബലി ആഗ്രഹിക്കുന്ന ദൈവമാണോ? പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ മുമ്പിലത്തെ അധ്യായങ്ങൾ നാം വായിക്കണം. ആ മുമ്പിലത്തെ അധ്യായങ്ങളിൽ അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അവൻ ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ മക്കളില്ല. 75-ാം വയസ്സിൽ വിളിക്കപ്പെട്ട അബ്രഹാം 100 വയസ്സ് വരെ കാത്തിരുന്നു. 25 വർഷത്തിന് ശേഷം ഒരു പൈതലിനെ ലഭിച്ചു. എന്നാൽ ആ പൈതൽ ലഭിക്കുന്നതിന് മുൻപ് അബ്രഹാമും ദൈവം തമ്മിൽ ചെയ്യുന്ന ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്താ? അബ്രഹാം എഴുതി കൊടുത്തു, എൻ്റെതല്ല, എനിക്കുള്ളത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എനിക്കുള്ള സമ്പത്ത്, ആസ്തിയല്ല, ദൈവത്തിൻ്റെത് ഒപ്പുവെച്ചു. അടുത്ത പേജിൽ ദൈവം എഴുതി, എൻ്റെതെല്ലാം നിൻ്റെതാണ്. ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഒരു ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് വേണ്ടി നൽകുന്നത്. ഈ ഉടമ്പടിയിൽ അവൻ വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കുവാൻ കർത്താവ് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ ഈ 13 വർഷങ്ങൾ നീ വളർത്തിയില്ലേ, അവനെ തന്നെ എനിക്ക് വേണ്ടി യാഗമായി തരണം. അബ്രഹാമിന് മറിച്ചൊന്നും ചിന്തിക്കുവാൻ കഴിയത്തില്ല. കാരണം ഉടമ്പടി എഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുക ദൈവത്തിനു മുൻപാകെ. ആ ഉടമ്പടി നിവർത്തീകരിക്കുവാൻ മോറിയ മലയിലേക്ക് വന്നു. ആമേൻ. ഭാര്യയോട് ആലോചന ചോദിച്ചില്ല, വീട്ടിലുള്ള മറ്റു ആരോടും ആലോചന ചോദിച്ചില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നാം സ്നേഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കും. അതിന് ആരുടെയും അഡ്വൈസ്, ആരുടെയും ആലോചന നമുക്കാവശ്യമില്ല. ആ യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് പോകുന്ന സമയത്ത് കർത്താവ് പറയുന്നു, അരുത്, അരുത്. കർത്താവ് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, ഇപ്പോൾ നീ എന്നെ ഭയപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ദൈവത്തിൻ്റെ 3 ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നിൽ പ്രിയമുണ്ടോ? എല്ലാം നമുക്ക് വേണ്ടി നൽകിയ ദൈവം, അപ്പനേക്കാൾ അമ്മയേക്കാൾ കൂടപ്പുറപ്പുകളെക്കാൾ അധികം നമ്മെ സ്നേഹിച്ച ദൈവം, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ദൈവം,
നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? അതെ, സ്നേഹിക്കുന്നു കർത്താവ് എന്ന് പറയുക മാത്രമല്ല, പ്രവർത്തിയാൽ ദൈവത്തെ സ്നേഹിക്കുവാൻ ഈ പകൽക്കാല കർത്താവ് കൃപ നൽകട്ടെ. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ. ദൈവസ്നേഹം അനുദിനവും പെരുകിക്കൊണ്ടിരിക്കട്ടെ. ദൈവത്തോട് സമയം ചെലവഴിക്കുവാൻ, ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ദൈവശബ്ദം കേട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കൊച്ചു പൈതങ്ങൾ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. പലവിധമായ ആവശ്യത്തിൻ്റെ പുറകിലിരിക്കുന്ന ജനമുണ്ട്. കടഭാരങ്ങൾ, രോഗങ്ങൾ, മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങൾ, ജീവിതത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്ന വിഷയങ്ങൾ ഒരുപാടിൻ്റെ മുൻപിൽ ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ദൈവം സന്ദർശിക്കണം. ആഴമായി, എല്ലാവരിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുവാൻ, ദൈവത്തോട് സമയം ചെലവ് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുവാൻ, കഷ്ടതയിൽ പെറുപെറുക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവെ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ സേവിക്കുന്നതിൽ സന്തോഷപൂർണ്ണമുള്ളവരായി തീരുവാൻ, പാപത്തെ വെറുത്ത് മുൻപോട്ട് ജീവിക്കുവാൻ കൃപ നൽകണം. സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം ദൈവം നൽകണമേ. ഹല്ലേലൂയ. അതുപോലെ യുദ്ധത്താൽ ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര മുടങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. ലോകം അവസാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വരവിൻ്റെ ദിവസങ്ങൾ അടുത്ത് വന്നിരിക്കുമ്പോൾ, ഞങ്ങളുടെ തലകളെ ഉയർത്തി അരുമനായനായ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോട് ജീവിക്കുവാൻ കൃപ നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കൃപ കൂടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ, ആമേൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാൻ മറക്കണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.